നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മൾ ഈ വീഡിയോയിൽ 5 സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങളാണ് പരിശോധിക്കുന്നത്. അതിലൊന്ന് ISROയുടെ കീഴിലുള്ള ഒരു കമ്പനിയിലേക്ക്, പ്രത്യേകിച്ച് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യുവാനായിട്ടുള്ള അവസരമാണ്. അതുകൂടാതെ 4 ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികൾ, പ്രത്യേകിച്ച് EY ഏണസ്റ്റ് ആൻഡ് യങ് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ഹയറിങ്, അതല്ലെങ്കിൽ IBM കൊച്ചിയിലും തിരുവനന്തപുരത്തേക്കും ഒക്കെയുള്ള ഹയറിങ്, ഇതുകൂടാതെ HCL ടെക്കിലേക്കുള്ള ഹയറിങ്, കോഗ്നിസന്റിലേക്ക് കൊച്ചിയിലേക്കൊക്കെയുള്ള ഹയറിങ്, ഇങ്ങനെ ഫ്രഷേഴ്സിനൊക്കെയുള്ള 5 കമ്പനികളിലെ അവസരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് കോഗ്നിസന്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. കോഗ്നിസന്റ് നാം അറിയുന്നത് പോലെ ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവരുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ടോപ്പ് 5 IT കമ്പനികൾ ഒന്നായി ഇപ്പോൾ കോഗ്നിസന്റ് വളർന്നിട്ടുണ്ട്. അപ്പോൾ കോഗ്നിസന്റ് ഒരു ഫ്രഷർ ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് എഞ്ചിനീയേഴ്സിനുള്ള ഹയറിങ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്കാണ് ഹയറിങ്. ഇതിന് നിങ്ങൾക്ക് നവംബർ 23 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 4 ലക്ഷം പെർ ആനം ആയിരിക്കും പ്രതി വർഷ ശമ്പളം. അപ്പോൾ ആ ജോബിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡെവലപ്പ്, മെയിൻറ്റെയിൻ, ടെസ്റ്റ്, ഡീബഗ് ആൻഡ് ഡിപ്ലോയ് കോഡ്സ്, പ്രോഗ്രാമിംഗ്, അങ്ങനത്തെ ഒക്കെ ജോലികളൊക്കെ ആയിരിക്കും. അതിന്റെ എലിജിബിലിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. BE BTech, ME MTech ഇങ്ങനെയുള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതിൽ ലെതർ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫാഷൻ ടെക്നോളജി ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് അല്ലെങ്കിൽ കോർ ബ്രാഞ്ചുകൾ മാത്രമല്ല, എല്ലാ ബ്രാഞ്ചുകാർക്കും ഈ 3 എണ്ണം ഒഴിച്ചുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BE BTech, ME MTech. 1-2 കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 60% മാർക്ക് മിനിമം, അത് 10th ഓൺവേർഡ്സ് നേടിയിരിക്കണം. BE BTech അല്ലെ ME MTech വരെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ സ്റ്റാൻഡിങ് അരിയേഴ്സ് കാണല് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. BE BTech അല്ലെ ME MTech എനി ബ്രാഞ്ച് വിത്ത് മിനിമം 60% മാർക്ക് ത്രൂ ഔട്ട് ഫ്രം 10th ഓൺവേർഡ്സ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ, ജോലിയുടെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള എലിജിബിലിറ്റി ഒക്കെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ അവസരം കോഗ്നിസന്റില് BE BTech, ME MTech 2025 പാസ് ഔട്ട് ആകുന്നവർക്ക് കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനിലെ അവസരമാണ്. നവംബർ 23 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് HCL ടെക്കിലെ അവസരം ഒന്ന് പരിശോധിക്കാം. HCL നാം അറിയുന്ന പോലെ ഒരു ഇന്ത്യൻ കമ്പനിയാണ്, അല്ലെ? അപ്പോൾ HCL ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. HCL 2 ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എഞ്ചിനീയേഴ്സിനുള്ള ഹയറിംഗ് ആണ്, ഒന്ന് നോൺ എഞ്ചിനീയേഴ്സിനുള്ള ഹയറിംഗ് ആണ്. ഇപ്പൊ എഞ്ചിനീയേഴ്സിനുള്ള ഹയറിംഗ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് HCL ടെക് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി. അടുത്ത നോൺ എഞ്ചിനീയേഴ്സിനുള്ളത് ഗ്രാജുവേറ്റ് ട്രെയിനി എന്ന തസ്തികയിലായിരിക്കും. ഇനി എഞ്ചിനീയേഴ്സിനുള്ള ഹയറിംഗ് എഞ്ചിനീയേഴ്സിനുള്ളതാണ് എന്ന് മാത്രമല്ല, 2025 പാസ് ഔട്ട് ആകുന്നവർക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. മറ്റേത് ബാക്കിയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അത് ഞാൻ പിന്നെ സൂചിപ്പിക്കാം. ഇപ്പോൾ എഞ്ചിനീയേഴ്സിനുള്ള ഹയറിംഗ് നോക്കുക. BE BTech അല്ലെങ്കിൽ MCA MSCക്കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 2025 പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം. CTC എത്രയാണെന്ന് പറയുന്നില്ല, പക്ഷെ ആസ് പെർ HCL സ്റ്റാൻഡേർഡ്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 12 മാസത്തെ ഒരു സർവീസ് എഗ്രിമെന്റ്, ഒരു ബോണ്ട് പോലെ നൽകേണ്ടതായിട്ട് വരും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം HCLിലെ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന തസ്തികയിലേക്ക് 2025 പാസ് ഔട്ട് ആയിട്ടുള്ള BE BTech MCA MSCക്കാരുടെ ഹയറിംഗ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഇതേപോലെ തന്നെ HCL മറ്റ് ഡിഗ്രിക്കാരെ, പ്രത്യേകിച്ച് BSc BCA BVoc BCom BBA BAക്കാരെയും ഹയർ ചെയ്യുന്നുണ്ട്. അത് 2025 ബാച്ച് മാത്രമല്ല, 2020 മുതലുള്ള 2020, 21, 22, 23, 24, 25 വർഷങ്ങളിൽ കഴിഞ്ഞവരെയും ഹയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഹയറിംഗ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം HCL ടെക്കിലെ അവസരമാണ് ഞാൻ രണ്ടാമത് സൂചിപ്പിച്ചത്, എഞ്ചിനീയേഴ്സിനും നോൺ എഞ്ചിനീയേഴ്സിനുമുള്ള അവസരം. ഇനി ഞാൻ സൂചിപ്പിക്കുന്നത് IBMലെ അവസരമാണ്. IBM നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലേക്കും
ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകളിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് IBM-ന്റെ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സെന്ററായിട്ട് ഇപ്പോൾ കൊച്ചി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് AI റിലേറ്റഡ് ഒത്തിരി പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്, കൊച്ചി ഇൻഫോ പാർക്കിൽ. അപ്പോൾ അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ എന്ന അവസ്ഥയിലേക്കാണ് IBM ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. IBM-നെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആരെയായിരിക്കും IBM ഹയർ ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള CSE, AI/ML, DS, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള IoT, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിന്, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ BTech ഇൻ IT ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ച് കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ച് 2025 കഴിഞ്ഞവർക്കാണ് IBM-ലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. മിനിമം 6 CGPA അല്ലെ 60% മാർക്ക് നേടിയിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു എൻട്രി ലെവൽ ഓഫ് ക്യാമ്പസ് ഹയറിംഗ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്ക്ലോഗ്സ് കാണില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അറിയണം. അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് ജാവ, C++, പൈത്തൺ, Node.js ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ IBM കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലേക്ക് ഹയർ ചെയ്യുവാണ്. ആരെയായിരിക്കും? BTech. അത് 2025 വിവിധ IT അല്ലെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബ്രാഞ്ചിൽ കഴിഞ്ഞ 60% അല്ലെ 6 CGPA ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പേജിൽ വന്നാൽ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് IBM-ലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് EY തിരുവനന്തപുരത്ത് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. EY തിരുവനന്തപുരത്തേക്ക് AI സപ്പോർട്ട് എഞ്ചിനീയർ അസോസിയേറ്റ് ഈ ഒരു തസ്തികയിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇതിൻ്റെയും കീ റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആരെയായിരിക്കും ഹയർ ചെയ്യുക? ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഏതെങ്കിലുമൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലോ ഡാറ്റാ സയൻസിലോ AI/ML റിലേറ്റഡ് ഫീൽഡിലോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് BTech അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ BSc, BCA അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള PG ഒക്കെ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, AI/ML റിലേറ്റഡ് ഫീൽഡ്, പ്രോഗ്രാമിംഗ് അറിയണം, പ്രത്യേകിച്ച് പൈതൺ അറിയണം. അതേപോലെ തന്നെ ML ലൈബ്രറീസ് അറിഞ്ഞാൽ നല്ലത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ML ഓപ്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജനറേറ്റീവ് AI മോഡലുകളെ കുറിച്ചൊക്കെ ഒരു എക്സ്പോഷർ കാണണമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്കി അവർ അതിൻ്റെ ഇന്റേൺഷിപ്പ് ഒക്കെ ഈ മേഖലയിൽ ചെയ്തവർക്ക് പ്രിഫറൻസ് നൽകും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ EY അതായത് ഏണസ്റ്റ് ആൻഡ് യങ് ഡിഗ്രിക്കാരെ അല്ലെ PGക്കാരെ കമ്പ്യൂട്ടർ സയൻസിൽ റിലേറ്റഡ് മേഖലയിൽ കഴിഞ്ഞവരെ തിരുവനന്തപുരത്തേക്കുള്ള ഹയറിംഗ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ബേസിക് ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ISROയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ആക്ച്വലി ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ISROയോ വിക്രം സാരാഭായ് സ്പേസ് സെന്ററോ അല്ല, മറിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള NSIL അതായത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള സ്ഥാപനമാണ്. അത് VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇവരോട് സൂചിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഒരു കമ്പനിയാണ് NSIL എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ഹയറിംഗ് ആണ്. ഞാൻ അതിൻ്റെ 2-3 തസ്തികകളിലേക്കാണ് ഹയറിംഗ് ഉള്ളത്. മൂന്നാമത്തെ തസ്തിക പ്രൊജക്ട് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ട്, മറ്റൊരു തസ്തികയുണ്ട്. പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ട് 10 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. 30,000 രൂപ പെർ മന്ത് ആയിരിക്കും അതിൻ്റെ കൺസോളിഡേറ്റഡ് സാലറി. ആരെയായിരിക്കും? ഡിപ്ലോമക്കാരെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ ഡിപ്ലോമക്കാരെ ആയിരിക്കും ഹയർ ചെയ്യുന്നത്. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് 1 year വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന്. എന്നാൽ താഴെ സൂചിപ്പിക്കുന്നുണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഫ്രഷേഴ്സ് വിത്ത് അപ്രന്റീഷിപ്പ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഏജ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് 35 വയസ്സ് വരെയാണ്. പിന്നെ റിസർവ് കാറ്റഗറിക്ക് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ഇത് VSSCയുടെ തിരുവനന്തപുരം. അതുകൂടാതെ മറ്റ് VSCs വർക്ക് സെന്റേഴ്സ് ഉണ്ട്. കോയമ്പത്തൂർ, ഹൈദരാബാദ്, പൂനെ, ബാംഗ്ലൂരിലൊക്കെയാണ് ഈ ഡിപ്ലോമക്കാരെ ഹയർ ചെയ്യുന്നത്. ഈ പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് 15 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. 60,000 രൂപ പെർ മന്താണ് കൺസോളിഡേറ്റഡ് സാലറി.
അവിടെ ഇത് ഡിപ്ലോമക്കാർക്കാണ്, ഇത് ബിടെക്കുകാർക്കാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് പിന്നാലെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് കാണിക്കാം. ഇവിടെയും പ്രായം 35 ഇത് നമ്മുടെ VSSC തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇതുകൂടാതെ ഒരു പോസ്റ്റ് കൂടിയുണ്ട്. പ്രൊജക്ട് സയന്റിസ്റ്റ് എന്ന അവസ്ഥയിലും ഹയറിംഗ് നടക്കുന്നുണ്ട്. 72,800 പെർ മന്ത് ശമ്പളമുള്ള അവസരങ്ങളാണ്. 22 ഒഴിവുകളാണ്. ഇവിടെ ആരെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഡോക്ടറൽ ഡിഗ്രി ഇൻ സയൻസ്, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, എൻവയോൺമെന്റൽ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ഡോക്ടറൽ ഡിഗ്രി ഉള്ളവരെ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, അതായത് ME MTechകാർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒരു സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എന്നാൽ ഓർക്കുക, ഈ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മതിയാവും. ഇവിടെ 40 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് കേരളത്തിലല്ല ഒഴിവുകളുള്ളത്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, അഹമ്മദാബാദ് ആയിരിക്കും. ഈ 3 തസ്തികയിലേക്കാണ് വേക്കൻസികൾ ഉള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. നിങ്ങൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ദ എബവ് പോസ്റ്റ് ആർ പ്യൂർലി ഓൺ കോൺട്രാക്ട് ബേസിസ്. കോൺട്രാക്ട് ബേസിസ് ആണ്. പലതും 2 വർഷം വരെയൊക്കെയുള്ള കോൺട്രാക്റ്റിലേക്കായിരിക്കും ഈ റിക്രൂട്ട്മെന്റ് നടത്തുക എന്നുള്ള കാര്യം ഓർക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ സൂചിപ്പിച്ചു. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്, 1 ഇയർ എക്സ്പീരിയൻസ് വേണം എന്ന് സൂചിപ്പിക്കൂ. എന്നാൽ ഇവരുടെ സൂചിപ്പിക്കുന്നുണ്ട് 1 ഇയർ കംപ്ലീറ്റ് അപ്രന്റീഷിപ്പ് ട്രെയിനിങ് വിൽ ബി കൺസിഡർഡ് ആസ് എക്സ്പീരിയൻസ്. അപ്രന്റീഷിപ്പ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതൊരു പ്രശ്നമല്ല. പീരീഡ് ഓഫ് കോൺട്രാക്ട് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പോസ്റ്റ് 1ലേക്ക് ലൈക്ലി ഫോർ ആദ്യത്തേത് 6 മന്ത്സിലേക്കും പിന്നെ 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാമെന്നാണ് സൂചിപ്പിക്കുന്നത്. 2-3 പോസ്റ്റുകളിലേക്ക് വിൽ ബി ഫോർ 1 ഇയർ. തുടക്കത്തിൽ 1 ഇയർ ആയിരിക്കും. ലൈക്ലി ടു ബി എക്സ്റ്റെൻഡഡ് അപ് ടു എ മാക്സിമം ഓഫ് 2 ഇയേഴ്സ്. അപ്പോൾ കോൺട്രാക്റ്റ് ആയിരിക്കും. പിന്നെ ഈ ശമ്പളം കൂടാതെ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന നിലയിൽ ഒരു 12,000 പെർ ഇയർ നിങ്ങൾക്ക് എക്സ്പെൻസ് ലൈക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അങ്ങനെയൊക്കെയുള്ള ഒരു 12,000 റുപ്പീസ് എക്സ്ട്രാ തരും എന്നിവരെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂ, ഇതിൻ്റെ വോക്ക് ഇൻ ഇന്റർവ്യൂവിൻ്റെ വെന്യൂകൾ നോക്കുക. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, നമ്മുടെ തിരുവനന്തപുരം വോക്ക് ഇൻ ഇന്റർവ്യൂവിൻ്റെ വെന്യൂ ആണ്. വോക്ക് ഇൻ ഇന്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇവരെ അനൗൺസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ ഒരു QR കോഡ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ അനുസരിച്ച് ആയിരിക്കും ലൊക്കേഷന് നിങ്ങളുടേത്. അതേപോലെ അതിൻ്റെ ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങളെ അറിയിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നൽകിയേക്കാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട്. വോക്ക് ഇൻ ചെയ്യുമ്പോൾ കയ്യിൽ കരുതേണ്ട കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ഇതിന് 250 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും. അതൊരു DD ആയിട്ട് എടുത്തിട്ട് വേണം, അതായത് ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇതിൻ്റെ പേരിൽ ഉള്ള ഒരു DD ആയിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. എന്നാൽ SC ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർ, എക്സ് സർവീസ്മാൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ വന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ നൽകുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് പ്രീ രജിസ്റ്റർ ഫോർ ദ വോക്ക് ഇൻ സെലക്ഷൻ. ആദ്യം ഒന്ന് പ്രീ രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ. അത് 30-ാം തീയതി നവംബറിനുള്ളിൽ ഈ QR കോഡിലെ ലിങ്ക് വെച്ചിട്ട് വേണം പ്രീ രജിസ്റ്റർ ചെയ്യുവാനെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കില്ല. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.